ഗബ്രിയുടെ മാല സാബു അടിച്ചു മാറ്റി. ആ റസ്മിനും ജാസ്മിനും തമ്മിൽ അടി നടക്കുന്ന സമയത്ത് അവിടെ ജാസ്മിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടി അവിടെ താഴെ വീണു. അത് സാബുവിനെ കയ്യിൽ കിട്ടി. അപ്പോൾ ആ സമയത്താണ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ച സമയത്ത് അവിടെ ജാസ്മിൻ തായോ എന്ന് പറഞ്ഞപ്പോൾ ആ കൺഫ്യൂഷൻ റൂമിലേക്ക് പോയി വായോ എന്നിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് സാബു ആ മാല കയ്യിൽ വെച്ചിരുന്നു. പിന്നീട് തിരിച്ചെത്തിയതിന് ശേഷം സാബുവിന്റെ അടുത്ത് മാല ചോദിച്ചപ്പോൾ സാബു പറഞ്ഞു ഞാനത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞു. അവിടെ മാല ചോദിച്ചുകൊണ്ട് നടക്കാണ് ജാസ്മിൻ. എനിക്ക് ആ മാല തിരിച്ചു തായോ, എനിക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ സാബു അത് തിരിച്ചു കൊടുക്കുന്നില്ല. സാബു പറഞ്ഞത് ഞാനത് സ്റ്റോർ റൂമിൽ വെച്ചു, ഇനി ബിഗ് ബോസിനോട് ചോദിച്ചു നോക്ക്, എനിക്കറിയില്ല, എനിക്ക് ഇത്രയും വിലപ്പെട്ടതാണെന്ന് അറിയില്ലായിരുന്നു, ഞാനത് കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചു എന്നാണ് സാബു പറയുന്നത്. ആ മാലയില്ലാതെ കളിക്കാനായിട്ട് എന്താ പറ്റില്ലേ എന്നുള്ളതാണ് അവിടെ സാബുവിന്റെ ചോദ്യം. ഗബ്രിയെ പൂർണ്ണമായി ഒഴിവാക്കി കൊണ്ട് ജാസ്മിനെ ഒറ്റയ്ക്ക് നിർത്തി കളിക്കാനാണ് സാബു അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രി എന്നുള്ള ഒരു പേര് ഇനി ആ ബിഗ് ബോസ് വീട്ടിൽ വേണ്ട, ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു സാബുവിന്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ടാണ് ആ മാല മാറ്റിയതും. പിന്നീട് സാബു വന്നിട്ട് ശ്വേതയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഒരു മാല അതെന്റെ കയ്യിലുണ്ട്, അത് ചോദിച്ചിട്ട് എനിക്ക് സൗകര്യം തരുന്നില്ല, അത് ബിഗ് ബോസിനെ ഏൽപ്പിക്കാലേ എന്ന് ചോദിച്ചപ്പോൾ ശ്വേത പറയുന്നുണ്ട് വേണ്ട, കൊടുക്കാം നമുക്ക്, പക്ഷെ ഇപ്പൊ കൊടുക്കണ്ട എന്നാണ് ശ്വേത പറഞ്ഞത്. പിന്നീട് കൊടുക്കാം, നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്കത് കൊടുക്കാം, അതുവരെ നമുക്കത് കൊടുക്കണ്ട എന്നാണ് ശ്വേത പറഞ്ഞത്. എന്തായാലും മാല ചോദിച്ചിട്ട് ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട് അവിടെ സാബുവിന്റെ അടുത്ത് കെഞ്ചുന്ന ഒരു ജാസ്മിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഗബ്രിയുടെ മാലയാണ്, ഗബ്രിയുടേതാണെന്ന് അവിടെ എപ്പോഴും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അത് ഗബ്രിയുടെ സാധനമാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ മാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇതിലാണ് അവിടെ സീൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ.